ഇന്ന് നമ്മുടെ ഷഷ്ടിയുടെ തലേ ദിവസമായി. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി രാത്രി. അപ്പോൾ അവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഗാന്ധിനഗറിൽ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗാനമേളയൊക്കെ കുറേ നേരം കണ്ടിരുന്നു. അവിടെ ഗാനമേളയും അടിപൊളി ഡാൻസും നല്ല ഗാനമേളയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അവരൊക്കെ നന്നായി ഡാൻസൊക്കെ കളിച്ചു, സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, വെറുതെ നടക്കാം എന്ന് വിചാരിച്ചു, തലേ ദിവസമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷഷ്ടിയുടെ തലേ ദിവസം തന്നെ. അങ്ങനെ ഞങ്ങൾ നടന്ന് പതുക്കെ കൊടകര സെൻറ്ററിലെത്തി. കൊടകര സെൻറ്ററിൽ എത്തിയപ്പോൾ അവിടെ ഒരു കുരങ്ങൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പിള്ളേർ കുറേ നേരം നിന്നു. അവിടെ ചെറിയ കാവടിയാട്ടമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്ന് പോകണ വഴിക്കുള്ള എല്ലാ കടകളിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-30 കട കണ്ടു. അപ്പോൾ പിള്ളേരോടൊക്കെ കയറി എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞു. അതാകുമ്പോൾ നമ്മുടെ കാശിലെ നഷ്ടം കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിള്ളേരെ കുഞ്ഞുവിനെ വണ്ടിയിൽ കയറ്റി, ട്രെയിനിൽ കയറ്റി. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ നമ്മുടെ ശാലിനിയും സനേഷിനെയും കണ്ടു, എൻ്റെ ക്ലാസ്മേറ്റ്. അവനൊരു പിസ്കനായിരുന്നിട്ടും അവൻ ഞങ്ങൾക്ക് കോളിഫ്ലവർ കുറേ മേടിച്ചു വന്നു. അല്പമൊന്നും തോന്നി അവൻ്റെ കയ്യിൽ കോളിഫ്ലവറും മേടിച്ചു. അങ്ങനെ കോളിഫ്ലവറൊക്കെ കഴിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി. അപ്പോൾ പക്ഷേ വെള്ളം ദാഹം മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബൂസ്റ്റ് കുലിക്കും പാൽ സർവത്താണ് മീനാക്ഷി കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് വെള്ളം ദാഹമൊക്കെ മാറ്റി അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി പന്തലിൻ്റെ അവിടെയും. വെറുതെ കറങ്ങൽ തന്നെ, അവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറേ ആൾക്കാരുണ്ട്, അതന്നെ ആൾക്കാരും കടകളുമാണ് ഫുള്ളുള്ളത്, ലേറ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നടന്നു. അപ്പോൾ നമ്മുടെ ഗോപൻ ചേട്ടനെ കണ്ടു. അപ്പോൾ ഗോപൻ ചേട്ടൻ്റെ ചിലവ് ഗോപൻ ചേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു. ഗോപൻ ചേട്ടനും ഞങ്ങൾക്ക് കോളിഫ്ലവർ മേടിച്ചു വന്നു, മീനാക്ഷിക്ക് പൊട്ടറ്റോ ഇത് മേടിച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന്മാർ എന്നെ റിപ്പോർട്ട് അടിക്കുന്നൊക്കെ പറഞ്ഞു, ഇനി ഇത് കാണരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്, എല്ലാവരും ഇങ്ങനെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ലച്ചുവും അഖിലും പ്രമോദും എല്ലാവരും വന്നു. എല്ലാവരും കളിയാക്കിയിട്ടാണെങ്കിലും യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു. അതിൽ കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, തലേ ദിവസത്തെ. നാളത്തെയും കൂടിയും കാണണേ. അപ്പോൾ നാളത്തെ വീഡിയോയും കൂടിയും കാണാം. ഷഷ്ടിക്ക് നല്ല തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ അമ്മ മാത്രം അവിടെ ഇരിക്കും, ബാക്കി എല്ലാവരും അച്ഛനും ഓൺ വോയിസ് ഒന്നുമില്ല. ആരൊക്കെ അത് തിരിച്ചറിയില്ല. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ കൊടകര ഷഷ്ടിയായി. ഞങ്ങളപ്പോൾ കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായി. അമ്പലത്തിൽ പോയ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കൊടകര ഷഷ്ടി കാണാനിറങ്ങി. പാലത്തിൻ്റെ അവിടെ നിന്ന് അതിൽ കൂടെയാണ് പോയത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടുള്ള ഷഷ്ടിപ്പറമ്പ് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോണേട്ടാ. അപ്പോൾ ഞങ്ങളിതേ കൊടകര സെൻറ്ററിലെത്തിയപ്പോൾ ഗാന്ധിനഗർ സെറ്റാണെന്ന് തോന്നുന്നു. അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ ശിങ്കാരിമേളം ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ആ സെൻറ്ററിൽ ഇറങ്ങി. എനിക്ക് ഈ ഫ്ലൈയിങ് പോപ്പേഴ്സ് കാണാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പറക്കണതൊക്കെ കാണാം. അപ്പോൾ ഞാനതൊക്കെ കുറേ നേരം നോക്കിയിട്ട്
അങ്ങനെ അവിടെ ആ ചെണ്ടമേളവും കൊടകര സെൻറ്ററും കാണാൻ എന്ത് രസം. എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല. നമ്മുടെ കൊടകര സെൻറ്ററിൻ്റെ അപ്പോൾ ഞങ്ങൾ കുറേ നേരം ചെണ്ടമേളമൊക്കെ കണ്ട് നേരെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ ഈ റിങ് എറിയലുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് 6 റിങ് കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരായി ട്രൈ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിരുന്നില്ല. ആദ്യം മണിക്കുട്ടി എറിഞ്ഞു, അത് കഴിഞ്ഞ് ബാക്കി 4 ഞാൻ എറിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം കൂടി മണിക്കുട്ടി എറിഞ്ഞു. ഇനി ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്. എന്തായാലും എറിഞ്ഞാൽ കിട്ടുമൊന്നുമില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ അടുത്ത് 2-3 ചേട്ടന്മാർ നോക്കിയേക്കുണ്ടായിരുന്നു. ചേട്ടന്മാരല്ല, അനിയന്മാരിട്ടോ. അപ്പോൾ മണിക്കുട്ടിയാണെങ്കിൽ അവരോട് പറഞ്ഞു ചേട്ടനെറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആളുടെ റിങ് കൊടുത്തു. ആളെറിഞ്ഞു, ആൾക്ക് മോണോക്ക് കിട്ടി. ഞങ്ങളങ്ങോട്ട് കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ആൾ നിങ്ങളുടെ പൈസയല്ലേ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചേട്ടൻ അത് മേടിച്ചുകൊണ്ട് പോയി. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അവരുടെ നിന്ന് ഒരു മോണോക്ക് പോയി കിട്ടിയില്ലോ, അത്രയും മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനമായി തിരിച്ച് വീണ്ടും മുന്നോട്ട് കിടന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. ഇപ്പം നമ്മുടെ മരണക്കിണർ, നമ്മുടെ യന്ത്രൂഞ്ഞാൽ, ആ സംഭവം ആ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഇവർക്കെല്ലാവർക്കും യന്ത്രൂഞ്ഞാലിൽ കയറണം. ആദ്യത്തിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയും യന്ത്രൂഞ്ഞാലിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ മാത്രം അവിടെ GPay കിട്ടില്ല കേട്ടോ. നമ്മൾ ഈ മരണക്കിണർ മറ്റേ സംഭവങ്ങളിലൊക്കെ കയറണമെങ്കിൽ GPay നമ്മൾക്ക് അവരെടുക്കില്ല. അവർ പൈസയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവരെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ചൊക്കെ കാശുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് പിള്ളേർ മാത്രം യന്ത്രൂഞ്ഞാലിൽ കയറി. ഞാനും വിചാരിച്ചിരുന്നത് യന്ത്രൂഞ്ഞാലിൽ കയറിയിട്ടൊരു ഇതെടുക്കണം, വീഡിയോ എടുക്കണം എന്നൊന്നും. ഓക്കെ, പക്ഷേ അതൊന്നും എടുക്കാൻ ആദ്യത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ജെയിൻ വീലിൽ കയറുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കയറി ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുമ്പോൾ അവൾക്ക് കണ്ണട കണ്ടു. അപ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ കണ്ണട വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണടയൊക്കെ പലരും പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് മീനാക്ഷി ഒരു കണ്ണട എടുത്തു. അടിപൊളി കണ്ണടയായിരുന്നു. കണ്ണടയ്ക്ക് 150 രൂപയായിരുന്നു പറഞ്ഞിരുന്നത്. 130 രൂപയ്ക്ക് അവർ തന്നു കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞു പോന്നപ്പോൾ അവർ 130 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞത്. എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതിയല്ലോ, നമുക്കത് മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ നടയിൽ പന്തലിൻ്റെ അവിടെ എത്തി. പന്തലിൻ്റെ അവിടെ പോപ്പറും പിടിച്ച് ഫ്ലൈയിങ് പോപ്പറും പിടിച്ച് അവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ആ പോപ്പർ പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ നിന്നു. പക്ഷേ അയാൾ ഞങ്ങളുടെ അവിടെ ഉള്ളപ്പോൾ പൊട്ടിച്ചില്ല. ഞങ്ങളങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ അവിടെ പൊട്ടിച്ചു. ആ പോപ്പറിൻ്റെ അടിയിൽ നിൽക്കാൻ ഒരു സുഖമല്ലേ, നമ്മുടെ തലയുടെ ഇതിൽ കൂടെ ഇങ്ങനെ പറന്ന് കടലാസുകളൊക്കെ വീടാൻ. അത് നോക്കാൻ വേണ്ടി കുറേ നേരം നിന്നു. പക്ഷെ അവർ പൊട്ടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നും അമ്പലത്തിൽ പോയ ഷഷ്ടിപ്പറമ്പിൽ പോയ നടന്ന് വന്ന് നേരെ പോണത് ഒരു വീടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളവും അപ്പവും അവരുടെ എല്ലാ കൊല്ലത്തെയും ഇതായിട്ടുള്ള അപ്പം. ഈ പ്രാവശ്യം കള്ളപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ സാറേ ഭയങ്കര ആശ്വാസമാണ്. അത്രയും ദൂരം നടന്നു വന്നിട്ട് അതിൻ്റെ ഇടയിലൊന്നും ഞങ്ങൾ വെള്ളം കുടിക്കില്ല. എന്താ വെച്ചാൽ ഇവിടെ വന്ന് വെള്ളം കുടിക്കണം എന്നാണ് ഞങ്ങൾ പണ്ടത്തെ തൊട്ടുള്ള ചടങ്ങ്. അപ്പോൾ അവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ആദ്യം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കാവടിയുടെ ഉള്ളിൽ കിടന്ന് മറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിശന്ന് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നേരം അവിടെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്ന് ഞങ്ങൾ വിഭവസമൃദ്ധമായി സദ്യ അവരൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഉമ്മർത്ത് തന്നെയാണ് ഷഷ്ടി ഇറക്കണേ. അപ്പോൾ ആ വീട്ടിലിരുന്നാലും നമുക്ക് ഷഷ്ടി കാണാൻ പറ്റും. ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും ഞങ്ങൾ ഷഷ്ടിപ്പറമ്പിൽ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഷഷ്ടി വിഭവമായ കോളിഫ്ലവറും ബൂസ്റ്റ് കുലിക്കയും കുടിക്കും. വിശപ്പൊക്കെ മാറിയെങ്കിലും ഞങ്ങളത് കുത്തിക്കയറ്റി വയറിനുള്ളിൽ അത് കഴിക്കാൻ നിന്നു. എന്നിട്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒരു 3:30-4 മണിയാവും. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ മണിക്കുട്ടീനെ ബസ് കയറ്റി വിട്ടു. ടാറ്റയൊക്കെ പറഞ്ഞ് മണിക്കുട്ടി പോയി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒരു 4 മണി തൊട്ട് ഞാനത് 6 മണി വരെ അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എൻ്റെ മേലൊക്കെ കഴുകി റെഡിയായി അടുത്ത ട്രിപ്പ് പോവാൻ. DJ പാർട്ടിക്ക് വന്ദന. അങ്ങനെ ഞങ്ങൾ DJ പാർട്ടിക്ക് നേരെ സെൻറ്ററിലെത്തി തുടങ്ങി. അവിടെ കുഞ്ഞ് DJ ആണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ശിവ വന്നിട്ടില്ല.
ശിവ വരാൻ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. കുഞ്ഞു ഡിജയിൽ ഞങ്ങൾ കുറച്ച് നേരം ആർമാദിച്ച് മതിയായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മുടെ ശിവ വരാനുള്ള വെയിറ്റിങ്ങിൽ എല്ലാവരും ആ ഫുട്പാത്തിൽ ഫുള്ള് ക്യൂ ആയിരുന്നു. നിരന്നിരിക്കുകയായിരുന്നു. ഇത്ര ആരാധകരൊന്നും ഞാനും വിചാരിച്ചു. നമ്മുടെ ഷഷ്ടിക്ക് ഇപ്പോൾ ഏറ്റവും ആരാധകർ നമ്മുടെ ശിവയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ DJ ശിവ. അതിന് വേണ്ടിയാണ് ആരാധകരുള്ളത്. ഇതിന് കുറച്ച് നേരം ഞങ്ങൾ തകർത്ത് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരാണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും നടക്കാനിറങ്ങി ഷഷ്ടിപ്പറമ്പിൽ പോയി. അങ്ങനെ പോണ വഴിക്കുള്ള എല്ലാ തീറ്റക്കടകളിലും ഞങ്ങൾ കയറി ഇറങ്ങിയിരുന്നു. ഞങ്ങൾ ചാറ്റ് മസാല കഴിച്ചു, അത് കഴിഞ്ഞ് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചു, അത് കഴിഞ്ഞ് അലുവ കഴിച്ചു, പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ കടകളിലും കയറി ഇറങ്ങി ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ അവിടെ ടാബ്ലോ അങ്ങനത്തെ സംഭവങ്ങളും ഷഷ്ടിയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ശിവ എപ്പോൾ വരും അതായിരുന്നു ചിന്ത. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഞങ്ങൾ തിരിച്ച് പാലത്തിൻ്റെ ആ ഭാഗത്ത് അത് വന്നിട്ടുണ്ട്, ശിവ വന്നിട്ടുണ്ട്, DJ എന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് പോകുന്നു. പക്ഷേ ശിവ എത്തിയില്ല, അതിൻ്റെ ചെറിയത് സംഭവങ്ങളെത്തി. ഞങ്ങൾ DJ ഒക്കെ അവിടെ ആ ചെറുതാ ഉണ്ടാവുള്ളൂ, മറ്റേതെന്തോ ജനറേറ്റർ കേടായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ ചെറുതിൽ തന്നെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ നിന്നു. എന്നാലും ഇനി ശിവ വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം ഫുട്പാത്തിൽ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് എല്ലാവരും പതുക്കെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ പാലത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ വന്നു മോനെ നമ്മുടെ ശിവ വന്നു. കാത്തിരിക്കണ സംഭവമാണ് കാണുന്നത്. കാത്തിരുന്ന് നമ്മുടെ ശിവ വന്ന് ഞങ്ങൾ അങ്ങോട്ട് തകർത്തു. DJ നൈറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൊടകര ഫുള്ള് ഒത്തൊരുമിച്ച് നമ്മുടെ DJ പാർട്ടിയിൽ പങ്കെടുത്ത് അടിപൊളി ടിസ്റ്റഡി ഡാൻസ് ബഹളം അടിച്ചു പൊളിച്ചു ഷഷ്ടി. അങ്ങനെ ഞങ്ങൾ ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അങ്ങനെ നമ്മുടെ ഷഷ്ടി കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിയായപ്പോഴാണ്, വെളുപ്പിന് 4 മണിയായപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഭയങ്കര വിഷമം. ഷഷ്ടി കഴിഞ്ഞല്ലോ, ഇനി അടുത്ത കൊല്ലം വരെ കാത്തിരിപ്പാണ്. പക്ഷെ അതിലേറെ സന്തോഷം, ആർമാദിച്ചതിന് സന്തോഷമുണ്ട്. എൻ്റെ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒച്ചടങ്ങിയിരിക്കുകയാണ് അറിയിപ്പ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, സീ യു.